ആധുനിക ഫുട്ബോൾ ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയെയും ലയണൽ മെസ്സിയെയും ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുത്തി ചെസ്സ് കളിപ്പിച്ച് ഫോട്ടോ എടുത്ത് ബ്രാൻഡ് ചെയ്ത ലൂയി വിട്ടൺ എന്ന ലക്ഷറി ഫാഷൻ ബ്രാൻഡിനെ കുറിച്ച് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല. ആ ചിത്രമെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്നാൽ രണ്ടാനമ്മയുടെ ക്രൂരമായ പീഡനങ്ങളേറ്റ് 13ാമത്തെ വയസ്സിൽ ഒരു അർദ്ധരാത്രി വീട് വിട്ടിറങ്ങി തെരുവിൽ വല്ലാതെ അലഞ്ഞ് വിശക്കുന്ന സമയത്ത് പൈപ്പ് വെള്ളവും ആരെങ്കിലും ഭിക്ഷയായി നൽകുന്ന ബ്രെഡും കഴിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ അഭയത്തിന് വേണ്ടി മരച്ചുവടുകളെയും ഒഴിഞ്ഞ കടമുറികളെയും ആശ്രയിച്ച ഒരു 13കാരനാണ് പിൽക്കാലത്ത് ലക്ഷറിയുടെ അടയാളമായി അതിസമ്പന്നർ കൊണ്ടു നടക്കുന്ന ലൂയി വിട്ടൺ എന്ന ബ്രാൻഡ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. എന്നാൽ വിശ്വസിക്കണം, കാരണം ഇതാണ് ചരിത്രം. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളർന്നു കിടക്കുന്നവനെ എഴുന്നേറ്റ് നടക്കാൻ പ്രേരിപ്പിക്കുന്ന ചരിത്രം. ദാരിദ്ര്യത്തിൽ ഉഴലുന്നവനെ അതിസമ്പന്നനാവാൻ പ്രേരിപ്പിക്കുന്ന ചരിത്രം. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലൂയി വിട്ടൺ എന്ന ലക്ഷറി ഫാഷൻ ബ്രാൻഡിന്റെ സ്ഥാപകനായ ലൂയി വിട്ടന്റെ യഥാർത്ഥ കഥയാണ്. 1821 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഫ്രാൻസിലെ അങ്കായി എന്ന് പറയുന്ന സ്ഥലത്താണ് ലൂയി വിട്ടൺ ജനിക്കുന്നത്. ഈ അങ്കായി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് അത്രത്തോളം വികസിച്ച ഒരു സ്ഥലമൊന്നുമല്ല. വൈദ്യുതിയും വെള്ളവും പോലും അവിടെ വിരളമായിരുന്നു. അപ്പോൾ ആ ഗ്രാമത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അച്ഛനാണെങ്കിൽ സേവിയർ എന്ന് പേരുണ്ടായിരുന്ന ഒരു കർഷകനായിരുന്നു. അദ്ദേഹം കൃഷി ജോലി മാത്രം ചെയ്താൽ വീട് നോക്കാനുള്ള സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് കിട്ടിയ സമയങ്ങളിലെല്ലാം ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു. പ്രധാനമായിട്ടും അടുത്തുണ്ടായിരുന്ന മില്ലിൽ പോയി ധാന്യങ്ങൾ പൊടിപ്പിക്കുന്ന ജോലിയും ഇദ്ദേഹം ചെയ്തിരുന്നു. അച്ഛൻ മാത്രം ഇങ്ങനെ അധ്വാനിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് വേണ്ട വരുമാനം ലഭിക്കാത്തത് കൊണ്ട് വീട് നോക്കുന്ന സമയത്ത് തന്നെ അമ്മ തൊപ്പി ഉണ്ടാക്കി വിൽപ്പന നടത്തുമായിരുന്നു. ലൂയി വിട്ടന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അച്ഛനെ സഹായിക്കുന്ന കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ചെയ്തിരുന്നു. കുട്ടിക്കാലത്തെ നല്ലൊരു ഭാഗവും ഫാമിൽ ചിലവഴിച്ചത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ സാധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഏറ്റവും ശരിയായത്, ഇദ്ദേഹം സ്കൂളിൽ പോയി വിദ്യാഭ്യാസം നടത്തിയതിന് യാതൊരു ചരിത്രപരമായ തെളിവുകളും ലഭ്യമല്ല. നല്ല ദാരിദ്ര്യമായിരുന്നുവെങ്കിലും ആ കുടുംബത്തിൽ നല്ല സ്നേഹമായിരുന്നു. ഉള്ളതുകൊണ്ട് എല്ലാവരും വെച്ച് കഴിക്കുന്നു, നന്നായിട്ട് സന്തോഷിക്കുന്നു, ചിരിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. എന്നാൽ ലൂയി വിട്ടന് 10 വയസ്സുള്ള സമയത്താണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. അമ്മ മരണപ്പെടുകയാണ്. അമ്മ മരിച്ചതോടെ അച്ഛൻ അധിക കാലമൊന്നും കാത്തിരുന്നില്ല. രണ്ടാമതായിട്ട് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. ലൂയി വിട്ടനെ നന്നായിട്ട് നോക്കുമെന്ന് കരുതി അച്ഛൻ വിവാഹം കഴിച്ച ആ സ്ത്രീക്ക് പക്ഷേ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കുറച്ച് മാനിപ്പുലേറ്റീവും കൺട്രോളിങ്ങുമായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ലൂയി വിട്ടൺ എന്ത് ചെയ്താലും അതിനെ മാനിപ്പുലേറ്റ് ചെയ്താണ് വീട്ടിലില്ലാത്ത അച്ഛന് പറഞ്ഞു കൊടുക്കുക. അതുകൂടാതെ ഈ കുട്ടിയെ അടക്കി ഒതുക്കി വളർത്താൻ കൂടുതലായിട്ട് താല്പര്യപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യം അമ്മ നഷ്ടപ്പെട്ട ലൂയി വിട്ടന് സഹിക്കാൻ പറ്റുന്നതിലും അധികമായിരുന്നു. കുറച്ചു കാലം, ഏതാണ്ട് 3 വർഷത്തോളം തനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി ലൂയി വിട്ടൺ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കുകയാണ്. പിന്നീട് തനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പൂർണ്ണമായും ബോധ്യമായ നിമിഷം ഒരു ദിവസം രാത്രി ഇദ്ദേഹം വീട് വിട്ട് ഇറങ്ങിപ്പോവാണ്. ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം സംരംഭകരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു പകർന്ന പാരീസ് എന്ന നഗരത്തിൽ എത്തിച്ചേരുക എന്നതായിരുന്നു. എന്നാൽ വീട്ടിൽ നിന്നൊരു 450 കിലോമീറ്ററിലധികമെങ്കിലും പാരീസിലേക്ക് പോകാനുണ്ട്. കയ്യിലാണെങ്കിൽ പണമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, വെള്ളം കുടിക്കാനുമില്ല. എങ്കിലും ഈ കുട്ടി നടന്ന് പാരീസിലേക്ക് പോവാം എന്ന തീരുമാനത്തിലാണ് എത്തുന്നത്. ചെറിയ കുട്ടിയാണ്, ചെറിയ കാലാണ്, 13 വയസ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അധിക ദൂരമൊന്നും നടക്കാൻ സാധിക്കുന്നില്ല. വല്ലാതെ വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, പൈപ്പ് വെള്ളം ഇടയ്ക്ക് കുടിക്കുന്നുണ്ട്. വിശപ്പ് സഹിച്ച് വീണ്ടും മുന്നോട്ട് നടക്കുന്നു. എത്ര കാലം ഇങ്ങനെ നടക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിനും വലിയ ബോധ്യമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഉറക്കം വരുന്ന സമയത്ത് ഉറങ്ങിയിരുന്നത് തെരുവുകളിലായിരുന്നു. പ്രത്യേകിച്ച് മരത്തിന്റെ ചുവടുകളിലെല്ലാമായിരുന്നു ഇദ്ദേഹം ഉറങ്ങിയിരുന്നത്. ചില സമയങ്ങളിൽ ഒഴിഞ്ഞ കടമുറി കാണുകയാണെങ്കിൽ മഴയെല്ലാം പെയ്താൽ അത് ഏൽക്കാതിരിക്കാൻ വേണ്ടി അത്തരം സ്ഥലങ്ങളിലും ഇദ്ദേഹം കിടന്നുറങ്ങിയിരുന്നു. വീണ്ടും യാത്ര, പിറ്റേ ദിവസം ഉണരുന്ന സമയത്ത് വീണ്ടും യാത്ര തുടർന്നു. എന്നാൽ ഭക്ഷണം കഴിക്കാതെ കൂടുതൽ ദൂരം നടക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ വഴിയരികിൽ കാണുന്ന ആളുകളെ ചെറുതായ രീതിയിൽ സഹായിക്കുന്ന സമയത്ത് കുട്ടിയല്ലേ എന്ന് കരുതി അവന് കുറച്ച് ബ്രെഡ് കൊടുക്കും, ചില സമയത്ത് നാണയത്തുട്ടുകൾ കൊടുക്കും. ഇതെല്ലാം കൊണ്ടാണ് ഇവൻ ജീവിച്ച് മുന്നോട്ട് നടന്നത്. എന്നാൽ നടന്ന് പാരീസിൽ എത്തുന്നില്ല. ഈ കുട്ടി ആ യാത്രയിൽ വെച്ച് ഒരു ക്രാഫ്റ്റ് മാനെ കാണുകയാണ്. നമ്മൾ മലയാളത്തിൽ അർത്ഥം നോക്കിയ സമയത്ത് ശില്പകലാകാരൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ശില്പകലാകാരൻ്റെ അടുത്ത് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം ഇവനെ ജോലിക്ക് വേണ്ടി കൂട്ടുകയാണ്. വലിയ ശമ്പളമൊന്നും കൊടുക്കുന്നില്ല. എന്നാൽ ഈ കുട്ടിക്ക് താമസിക്കാനൊരു സ്ഥലമുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, ചെറിയ രീതിയിൽ ശമ്പളമുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു. എന്നാൽ ലൂയി വിട്ടൺ ആ സമയത്ത് ചെയ്തത് നന്നായിട്ട് ഈ ക്രാഫ്റ്റ്മാനെ സഹായിക്കുകയാണ്. അദ്ദേഹം ചെയ്തിരുന്നത് പേപ്പർ കൊണ്ടും തുണി കൊണ്ടും കല്ലുകൊണ്ടും മരങ്ങൾ കൊണ്ടുമെല്ലാം ക്രാഫ്റ്റ് എല്ലാം ഉണ്ടാക്കി വിൽപ്പന നടത്തുക എന്നുള്ളതായിരുന്നു. നല്ല കലാകാരന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്.
അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് നോക്കി പഠിക്കാനും ഇതിലെല്ലാം ഇദ്ദേഹത്തെ സഹായിക്കാനും ലൂയി വിട്ടൻ തയ്യാറാവുകയാണ്. നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു തൊഴിലാളിയായി വളരെ ചെറുപ്പത്തിൽ തന്നെ മാറാൻ ലൂയി വിട്ടനെ കൊണ്ട് സാധിക്കുന്നുമുണ്ട്. ഏതാണ്ട് 3 വർഷത്തോളമാണ് ലൂയി വിട്ടൻ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നത്. അത്യാവശ്യം സേവിങ്സ് എല്ലാം ആയ സമയത്ത് ഇദ്ദേഹം പാരീസിനെ ലക്ഷ്യമാക്കി വീണ്ടും യാത്ര ചെയ്യുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പാരീസ് ലക്ഷ്യമാക്കി ഇദ്ദേഹം വീട് വിട്ട് ഇറങ്ങിയിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. വീട്ടിൽ നിന്ന് 450 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ബസ്സിൽ പോവുകയാണെങ്കിലും ട്രെയിനിൽ പോവുകയാണെങ്കിലും ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിലും വളരെ പെട്ടെന്ന് എത്തുന്നതാണ്. എന്നാൽ ഇദ്ദേഹം എത്തിയത് വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് 3 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. പാരീസിലെത്തി ലൂയി വിട്ടന് കിട്ടുന്ന ജോലി ബോക്സ് മേക്കർ എന്നതായിരുന്നു, അല്ലെങ്കിൽ ബാഗ് എല്ലാം ഉണ്ടാക്കുന്ന ആൾ എന്നതായിരുന്നു. നല്ലൊരു കലാകാരൻ്റെ കൂടെയാണ് 3 വർഷത്തോളം പരിശീലിച്ചത്. അതുകൊണ്ട് നല്ല രീതിയിൽ ആ ജോലി ചെയ്യാൻ സാധിക്കുകയാണ്. ഈ ബോക്സ് മേക്കേഴ്സിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ട്രിപ്പെല്ലാം പോകുന്ന ആളുകൾക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് ബാഗുകൾ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വേണ്ടി ബാഗുകൾ പാക്ക് ചെയ്യുക. ഈ ട്രിപ്പ് പോകുന്ന ആളുകൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ബാഗ് ഉണ്ടാക്കുക, ബാഗ് പാക്ക് ചെയ്യുക എന്നെല്ലാം പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, മിഡിൽ ക്ലാസ്സോ ദരിദ്രന്മാരായിട്ടുള്ള ആളുകളോ ഒന്നും ഈ കാര്യങ്ങൾ ചെയ്യുന്നതല്ല. അതിസമ്പന്നർ മാത്രമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ യാത്രയെല്ലാം പോയിരുന്നതും. അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എല്ലാം പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരിക്കലും ബാഗ് പാക്ക് ചെയ്യുന്ന ആളുകളുടെ എടുത്തു കൊടുത്ത് പാക്ക് ചെയ്യിക്കുന്ന സംവിധാനം ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ലൂയി വിട്ടന് കിട്ടുന്ന ക്ലയന്റുകളെല്ലാം അതിസമ്പന്നരായിരുന്നു. ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അതിസമ്പന്നരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകുക. അവർ വെറുതെ വരുന്ന സമയത്ത് പൈസ തരുമോ എന്നൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ. നല്ല രീതിയിൽ അവരുമായിട്ട് ഇടപഴകുക, അവരുടെ രീതികൾ, അവരുടെ താല്പര്യങ്ങൾ ഇതെല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് 1851 ഫ്രാൻസിലെ ചക്രവർത്തിനി തന്നെ ഇവരുടെ ക്ലയന്റായിട്ട് എത്തുകയാണ്. ബോക്സ് മേക്കർ ആയിരുന്ന ലൂയി വിട്ടനെ കൊണ്ടാണ് അവർ ബാഗുകളെല്ലാം ഉണ്ടാക്കിപ്പിക്കുന്നത്. ചക്രവർത്തിനിക്ക് ഇവൻ്റെ ഈ ബാഗ് നിർമ്മാണ വൈദഗ്ധ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയാണ്. ഒരു ചോദ്യം ചക്രവർത്തിനി ചോദിക്കുകയാണ്, പോരുന്നു എൻ്റെ കൂടെ? അതിൻ്റെ ലക്ഷ്യം വേറെ ഒന്നുമല്ലായിരുന്നു, ചക്രവർത്തിനിയുടെ പേഴ്സണൽ ബാഗ് മേക്കറായിട്ട് അല്ലെങ്കിൽ ബോക്സ് മേക്കറായിട്ട് പാക്ക് ചെയ്യുന്ന ആളെല്ലാമായിട്ട് ജോലിക്കെടുക്കുക എന്നുള്ളതായിരുന്നു. ജോലിക്കെടുക്കുന്നത് ഫ്രാൻസിലെ ചക്രവർത്തിനിയുടെ കൊട്ടാരത്തിലേക്കാണ്. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ജോലിയാണ്, നല്ല ശമ്പളമാണ്, നല്ല ഭക്ഷണമാണ്. ആളുകൾ നോക്കുന്ന സമയത്ത് കൊട്ടാരത്തിലെ തൊഴിലാളിയാണ്. ഇന്നത്തെ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ എന്നെല്ലാം പറയുന്ന രീതിയിലുള്ള വളരെ വലിയ ഒരു ജോലിയാണ്. ആളുകൾ നോക്കുമ്പോൾ റെപ്യൂട്ടേഷൻ വൈസ് നോക്കുന്ന സമയത്ത് വളരെ നല്ലൊരു ജോലിയാണ്. ആ ജോലി ഇദ്ദേഹം ഏറ്റെടുത്ത് പിന്നീട് കൊട്ടാരത്തിൽ ജോലി ചെയ്യാൻ ആരംഭിക്കുന്നു. കൊട്ടാരത്തിൽ എന്തായാലും ജോലി കിട്ടിയിരിക്കുകയാണ്. ലൈഫ് ഒരുവിധം സേഫ് ആയിരിക്കുകയാണ്, കാരണം നല്ലൊരു ജോലിയാണ് കിട്ടിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ തോന്നുകയാണ്. ഇദ്ദേഹം കല്യാണം കഴിക്കുന്നു. കുറച്ചു കാലം കൂടെ കൊട്ടാരത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു, നല്ല രീതിയിൽ പണം സേവ് ചെയ്ത് വെക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, പണം ഉണ്ടാക്കുന്നതിൻ്റെ, സമ്പത്ത് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് പണം സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഈ സേവ് ചെയ്ത പണമാണ് ഇൻവെസ്റ്റിനും ബിസിനസ് ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. 33-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം തൻ്റെ സമ്പാദ്യം ഉപയോഗിച്ച് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഒരു ബാഗ് നിർമ്മാണ വ്യവസായമായിരുന്നു ഇദ്ദേഹത്തിന് താല്പര്യം. കാരണം ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയുന്ന ഒരു വ്യവസായമാണ്. കൊട്ടാരത്തിൽ ചക്രവർത്തിനിക്ക് വേണ്ടി ബാഗുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ്. പല ആളുകളും ബിസിനസ് ചെയ്യുമ്പോൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റ് അറിയാത്ത ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇദ്ദേഹം ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയുന്ന മേഖലയിൽ പണം നിക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു. കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് പിന്നീട് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ആ റെപ്യൂട്ടേഷൻ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും ഉണ്ടാവുകയാണ്. നല്ല സമ്പന്നർ തന്നെ ഇദ്ദേഹത്തെ തേടിയെത്തുന്നു. അതുകൂടാതെ പണ്ട് ഇദ്ദേഹം ജോലി ചെയ്തപ്പോൾ വെച്ചിരുന്ന കോണ്ടാക്റ്റുകളെല്ലാം ഇദ്ദേഹം സ്വന്തമായി ബിസിനസ് നടത്തുമ്പോഴും ഇദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കുകയാണ്. ഒരു ഡോം ഷേപ്ഡ് ലെതർ ബാഗുകളാണ് ഇദ്ദേഹം കൂടുതലായിട്ടും ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ കാരണം വേറെയൊന്നുമല്ലായിരുന്നു, മാർക്കറ്റിൽ അത്തരത്തിലുള്ള ബാഗുകളായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഈ ഡോം ഷേപ്ഡ് ഉരുണ്ട രൂപത്തിൽ മുകൾ ഭാഗമുള്ള ബാഗുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം മഴ പെയ്യുന്ന സമയത്ത് മഴത്തുള്ളികൾ ബാഗിൻ്റെ മുകളിൽ വന്ന് വീണ് 2 വശങ്ങളിലേക്ക് ചിതറിപ്പോവും. ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടായിരുന്നു അന്ന് എല്ലാവരും ഡോം ഷേപ്ഡ് ബാഗുകൾ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഈ ബാഗിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം ഇത് പാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മുകൾ ഭാഗം ഉരുണ്ടതായതുകൊണ്ട് തന്നെ ഒരു ബാഗിന് മുകളിൽ മറ്റൊരു ബാഗ് അടുക്കി വെക്കാൻ പ്രയാസമായിരുന്നു. അങ്ങനെ വെച്ചാൽ തന്നെ സ്ഥലം ധാരാളം നഷ്ടവുമാവുമായിരുന്നു. അതായത് താൻ ചെയ്തിരുന്ന ബിസിനസ്സിലെ ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു പരിമിതി, ഒരു പ്രോബ്ലം ഇദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്. ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ഒരു സൊല്യൂഷൻ വെക്കുമ്പോഴാണ് ഒരു ബിസിനസ് വിജയിക്കുക. ഈ ഡോം ഷേപ്ഡ് ഒന്ന് മാറ്റണം. എന്താണ് പ്രതിവിധി? ഇദ്ദേഹം താൻ ഉണ്ടാക്കുന്ന ബാഗുകളുടെ പ്രത്യേകത ഒന്ന് അനലൈസ് ചെയ്യാണ്. ഇദ്ദേഹം ഉണ്ടാക്കുന്ന ബാഗുകൾ ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, നല്ല ക്വാളിറ്റി ആയിരുന്നു, അതുപോലെ വാട്ടർ പ്രൂഫും ആയിരുന്നു. പിന്നെ എന്തിനാണ് ഈ ഡോം ഷേപ്പിൽ ഉണ്ടാക്കുന്നത്? ഡോം ഷേപ്പിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം വീഴുന്ന സമയത്ത് 2 വശങ്ങളിലേക്ക് ഉരുണ്ടു പോകാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഷേപ്പാണല്ലോ.
വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബാഗുകൾക്ക് എന്തിനാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആടിൻ്റെ കൂട്ടം പോകുന്നത് കണ്ടിട്ടുണ്ടോ? ആടിൻ്റെ കൂട്ടം പോവുകയാണെങ്കിൽ, ഒരാട് വരികയാണെങ്കിൽ ആ കൂട്ടത്തിന് പുറകെ പോകും. അതായത് ട്രെൻഡിൻ്റെ പുറകെ പോകാനാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. കൂട്ടത്തിൽ നിന്ന് മാറി നടക്കാൻ പല ആളുകളും താല്പര്യപ്പെടാറില്ല. എന്നാൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കൂട്ടത്തിൽ നിന്ന് മാറി നടക്കും. അതുകൊണ്ട് തന്നെ ചതുരാകൃതിയിൽ മുകൾ ഭാഗമുള്ള ബാഗുകൾ ഇദ്ദേഹം നിർമ്മിക്കാൻ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഒരു പ്രോബ്ലം സമൂഹത്തിലുണ്ടായിരുന്നു, അതിൻ്റെ സൊല്യൂഷൻ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ബിസിനസ് വലിയൊരു വിജയമായിട്ട് മാറുകയാണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ബാഗുകളാണ് ഇദ്ദേഹം ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ സമയത്ത് തന്നെ 1800-കളിൽ തന്നെ ഈ ബാഗിൻ്റെ ഒരു കാറ്റലോഗ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഏതെല്ലാം ബാഗുകളുണ്ട്, അതിൻ്റെ വില എത്രയെല്ലാമാണ്, ഏതെല്ലാം രീതിയിൽ നമുക്കിത് മേടിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എഴുതിക്കൊണ്ടാണ് ഇതെല്ലാം തയ്യാറാക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ പ്രീമിയമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. നല്ല പ്രീമിയം ക്ലയൻസ് വന്ന് അവർക്ക് വേണ്ട ബാഗുകൾ വേണ്ട രീതിയിൽ തിരഞ്ഞെടുക്കാൻ ഈ രീതിയെല്ലാം സഹായിക്കുന്നുണ്ട്. നിസ്സാരമായ 2 വർഷം കൊണ്ട് ഈ പ്രീമിയം ബാഗുകളെല്ലാം ഒരു സ്റ്റാറ്റസ് സിംബലായിട്ട് മാറുകയാണ്. സമ്പന്നർക്കിടയിൽ ഈ ബാഗ് ഇല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സമ്പത്തിന് കുറവുണ്ട് എന്ന രീതിയിലെല്ലാം ആളുകൾ വായിക്കാൻ വേണ്ടി തുടങ്ങുന്നു. നിരവധി ഡിസൈനുകളുള്ള മനോഹരമായ ബാഗുകൾ സമ്പന്നർ വല്ലാതെ തന്നെ വാങ്ങിക്കൂട്ടുന്നു. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഈ ബാഗുകൾ അധികവും വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അവർ പോകുന്നതാണ്. ഈ ഒരു കാരണം കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾ ലൂയി വിട്ടൻ്റെ ബാഗിന് വേണ്ടി ആവശ്യം ഉന്നയിക്കുകയാണ്. ധാരാളം ഓർഡറുകൾ ഇദ്ദേഹത്തിന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരികയാണ്. ഈജിപ്തിലെ രാജകുടുംബം പോലും ഒരു കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ബാഗുകൾക്ക് ഓർഡർ നൽകിയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ബിസിനസ്സിന് നല്ല രീതിയിൽ ഓർഡർ കിട്ടുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആവശ്യക്കാരുണ്ടാവുകയാണ്. 1859 ഇദ്ദേഹം ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് ഡെലിവറി കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കുകയാണ്. കുറേ അധികം ബാഗുകൾ ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് വലിയൊരു ടീം ഉണ്ടാവണം. അതുകൂടാതെ പാരീസ്, ലോക ഫാഷൻ നഗരമായ പാരീസിൻ്റെ പുറത്തും ഇദ്ദേഹം ഓഫീസുകൾ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഫാക്ടറികൾ തുടങ്ങുകയാണ്. നല്ല രീതിയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് നടക്കുന്നു. നല്ല രീതിയിൽ ഇദ്ദേഹത്തിന് സമ്പത്ത് ഉണ്ടാകുന്നു. കാലങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആളുകളുടെ ജീവിത നിലവാരം മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ്സിലെ ആളുകളും യാത്ര ചെയ്യാൻ വേണ്ടി ആരംഭിക്കുകയാണ്. അതിസമ്പന്നർ മാത്രം ട്രാവൽ ചെയ്തിരുന്ന ഒരു കാലഘട്ടം മാറി മിഡിൽ ക്ലാസ്സും സമ്പന്നതയിലേക്ക് ഉയർന്നു വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അവർക്കും ഈ ബാഗിന് ആവശ്യം ഉണ്ടാവുകയാണ്. അവരും ഈ ബാഗുകൾ വാങ്ങിക്കൂട്ടുകയാണ്. അതുകൊണ്ട് ലൂയി വിട്ടൻ്റെ ബിസിനസ് വീണ്ടും മുകളിലേക്ക് തന്നെ പോകുന്നു. വലിയ രീതിയിലുള്ള ഉയർച്ചയായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ ബിസിനസ്സിന് രേഖപ്പെടുത്തിയത്. എന്നാൽ 1870 ഒരു വലിയ ദുരന്തം സംഭവിക്കുകയാണ്. അതായിരുന്നു ഫ്രാങ്കോ ജർമ്മൻ വാർ. ഈ സമയത്ത് ഇദ്ദേഹത്തിന് 49 വയസ്സായിരുന്നു പ്രായം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്ത് ദരിദ്രന്റെ മാത്രം സ്ഥാപനങ്ങളെ ആക്രമിക്കുന്ന രീതിയൊന്നുമില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളും ബിസിനസ്സും എല്ലാം ആക്രമിക്കപ്പെടുകയാണ്. ഇദ്ദേഹം മറ്റ് മിഡിൽ ക്ലാസിൻ്റെയും ദരിദ്രരുടെയും എല്ലാം കൂടെ പോയി ക്യാമ്പുകളിൽ കഴിയുന്ന അവസ്ഥയിൽ പോലും ആ കാലഘട്ടത്തിൽ എത്തിച്ചേരുകയാണ്. എന്നാൽ 1871 ആയപ്പോൾ, ഒരു വർഷം കൊണ്ടെല്ലാം യുദ്ധത്തിൻ്റെ കെടുതികളെല്ലാം അവസാനിക്കുകയാണ്. വീണ്ടും ഫ്രാൻസ് മുന്നോട്ട് തന്നെ പോകാനുള്ള ഒരു സാഹചര്യം സംജാതമാവുകയാണ്. ഈ സമയത്ത് പക്ഷെ പാരീസിലെത്തിയ ലൂയി വിട്ടന് തൻ്റെ തകർന്ന സ്ഥാപനമാണ് കാണാൻ പറ്റുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ എല്ലാ വസ്തുക്കളും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹം സമ്പത്ത് ഉണ്ടാക്കിയ സമയത്ത് അത് പൂർണ്ണമായിട്ടും അടിച്ചു പൊളിക്കാനോ ചിലവഴിക്കാനോ ഉപയോഗിക്കാതെ സേവിങ്സ് ആയിട്ട് മാറ്റിവെച്ചതുകൊണ്ട് അതുപയോഗിച്ച് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് റീബിൽഡ് ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം മറ്റൊരു അവസരം കൂടെ കണ്ടെത്തുകയാണ്. പാരീസിലെ ഒരുപാട് ബിസിനസ്സുകൾ സ്ഥലം വിട്ടുപോയിട്ടുണ്ട്. അവരിൽ പലരും ഇനി തിരിച്ചു വരാനും സാധ്യതയില്ല. കാരണം ഇവർ യുദ്ധം പേടിച്ച് ഓടിപ്പോയിട്ടുള്ളതാണ്. ഇദ്ദേഹം നോക്കിയ സമയത്ത് ഒരുപാട് കടമുറികൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണെങ്കിലും ആദ്യം മുതൽക്കേ പടുത്തുയർത്തേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പുതിയ കുറച്ചുകൂടെ വിസിബിലിറ്റി ഉള്ള, സമ്പന്നർക്ക് കൂടുതൽ അക്സസബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ ബിസിനസ് കൂടുതൽ വളരുമെന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞ് ഇദ്ദേഹം ചെയ്യുന്നത്, അവിടെ ഉണ്ടായിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ്റെയും ഗ്രാൻഡ് ഹോട്ടൽ എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹോട്ടലിൻ്റെയും ഇടയിലുള്ള ഒരു സ്പേസ്, ഏതാണ്ട് കുറച്ച് ദൂരത്തുനിന്ന് അക്സസബിൾ ആയിട്ടുള്ള ദൂരത്തുള്ള ഒരു കടമുറി ഇദ്ദേഹം എടുത്ത് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം സ്ഥാപിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഹോട്ടലിലേക്ക് എത്തുന്നത് അതിസമ്പന്നരായിട്ടുള്ള ആളുകളാണ്. റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്നത് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഒരു യാത്ര പോകാൻ തയ്യാറെടുക്കുന്ന ആളുകളൊക്കെയാണ്. അവർക്ക് ബാഗ് വേണമെന്ന് തോന്നിയാൽ ലൂയി വിട്ടൻ്റെ സ്ഥാപനത്തിലെത്താനും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. നല്ല വിസിബിലിറ്റി ഉണ്ട്. നമുക്കറിയാം, കച്ചവട സ്ഥാപനങ്ങൾക്ക് നല്ല ആൾത്തിരക്കുള്ള, വിസിബിലിറ്റി ഉള്ള, അവരുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിന് കാണാൻ സാധിക്കുന്ന ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഇദ്ദേഹത്തെ കൊണ്ട് നടത്താൻ ഇദ്ദേഹത്തെ സഹായിക്കുന്നത് ഈ യുദ്ധമാണ്. തൊട്ടടുത്ത വർഷം തന്നെ 1872
ഇളം തവിട്ട് നിറത്തിൽ സ്ട്രൈപ്പുള്ള രീതിയിൽ ഒരു ഡിസൈൻ ഇവർ ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവരികയാണ്. സമ്പന്നരുടെ രീതികളും താല്പര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു ഡിസൈൻ ഇവർ വിപണിയിലേക്ക് ഇറക്കുന്നത്. ഇത് വലിയ രീതിയിൽ ഹിറ്റാവുകയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ മോഡൽ സ്വന്തമാക്കുക എന്നുള്ളത് സമ്പന്നരുടെ ഒരു ആവശ്യമായിട്ട് മാറുകയാണ്, ഒരു സ്റ്റേറ്റസ് സിമ്പലായിട്ട് തന്നെ മാറുകയാണ്. അത് കൂടാതെ മറ്റ് പല ബ്രാൻഡുകളും ഇതേ ഡിസൈൻ തന്നെ കോപ്പി ചെയ്യാനും ആരംഭിക്കുകയാണ്. അത്രയും വലിയൊരു ഹിറ്റായിരുന്നു. നമ്മൾ ഒരു കാലത്ത് കേരളത്തിലെല്ലാം ഐഫോണിൻ്റെ പുതിയ മോഡൽ വരുന്ന സമയത്ത് പുതിയ മോഡൽ എടുത്താൽ ഒരു വലിയ വിലയായിരുന്നല്ലോ. അതുപോലെ സമ്പന്നർക്കിടയിൽ ഒരു സ്റ്റേറ്റസ് സിമ്പലായിട്ട് തന്നെ ലൂയി വിട്ടൻ്റെ ബാഗുകൾ അറിയപ്പെടാൻ തുടങ്ങുകയാണ്. വലിയ രീതിയിലുള്ള ലാഭമാണ് ആ കാലഘട്ടങ്ങളിൽ ഈ കമ്പനി സ്വന്തമാക്കിയത്. എന്താണെങ്കിലും ഇത്തരത്തിൽ സമ്പന്നരുടെ രീതികൾ മനസ്സിലാക്കി കൃത്യമായി ബിസിനസ് നടത്തിയതുകൊണ്ട് പിന്നീടുള്ള 20 വർഷം ലൂയി വിട്ടന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വെച്ചടി ഉയർച്ച തന്നെയായിരുന്നു. 20 വർഷം കഴിയുന്ന സമയത്ത് 70ാമത്തെ വയസ്സിലാണ് ലൂയി വിട്ടൻ എന്ന ഈ കമ്പനിയുടെ സ്ഥാപകൻ മരണപ്പെടുന്നത്. ആ സമയമായപ്പോഴേക്കും വലിയ നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ തലമുറകളിലേക്കാണ് അദ്ദേഹം ഈ ബിസിനസ് കൈമാറ്റം ചെയ്തു കൊടുക്കുന്നത്. ജോർജസ് വിട്ടൺ എന്ന ലൂയി വിട്ടൻ്റെ മകനാണ് പിന്നീട് ബിസിനസ്സുകൾ നോക്കി നടത്തുന്നത്. അദ്ദേഹമാണ് ഈ കമ്പനിയെ ഒരു ഗ്ലോബൽ കമ്പനിയാക്കി മാറ്റുന്നതും. അതുകൂടാതെ ഇവരുടെ പുതിയ മോഡൽ വരുന്ന സമയത്ത് അത് വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് മറ്റ് കമ്പനികൾക്ക് ഈ മോഡലിനെ കോപ്പി അടിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അത്തരം കമ്പനികൾ ലൂയി വിട്ടൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ലാഭമുണ്ടാക്കുന്ന കുതന്ത്രത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ലൂയി വിട്ടൻ്റെ ചുരുക്കെഴുത്തായ LV എന്ന രീതിയിലുള്ള ഒരു സിമ്പൽ ആ കാലഘട്ടങ്ങളിൽ ഇവരുണ്ടാക്കുകയാണ്. അച്ചടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ളതായിരുന്നു ആ സിമ്പലുകൾ. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങലുകൾ കുറച്ച് അവസാനിപ്പിക്കാൻ ജോർജസ് വിട്ടന് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ എന്തായാലും വലിയ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ലേഡീസ് ഹാൻഡ് ബാഗുകൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതായത് ഞാനെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലേഡി ടീച്ചേഴ്സ് എല്ലാം കൊണ്ടുവരുന്ന ഒരു ബാഗുണ്ട്. ആ ബാഗിൻ്റെ ലക്ഷ്യം ഫാഷൻ അല്ലായിരുന്നു, സാധനങ്ങൾ ക്യാരി ചെയ്യുക എന്നുള്ളതായിരുന്നു. ചോറ്റുപാത്രം ഉണ്ടാവും, അവരുടെ പുസ്തകങ്ങൾ ഉണ്ടാവും, എല്ലാ സാധനങ്ങളും അവരുടെ ഹാൻഡ് ബാഗിലുണ്ടാവും. അത്തരത്തിൽ ഹാൻഡ് ബാഗുകളെ ഒരു ക്യാരി ബാഗായി കരുതിയിരുന്ന കാലഘട്ടമായിരുന്നു അത്. എന്നാൽ കൊക്കോ ചാനൽ എന്നൊരു ഫാഷൻ ഡിസൈനർക്ക് വേണ്ടി ലൂയി വിട്ടൺ എന്ന കമ്പനി ആൽമ എന്ന മോഡൽ ബാഗ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അത് ചെറിയ ബാഗായിരുന്നു. ആ ബാഗിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഫാഷനായിട്ട് ഹാൻഡ് ബാഗുകളെ മാറ്റുക എന്നുള്ളതായിരുന്നു. സ്ത്രീകൾക്കിടയിൽ വലിയ രീതിയിൽ ഇത് ഹിറ്റാവുകയാണ്. ഹാൻഡ് ബാഗുകൾ ഒരു ക്യാരി ബാഗുകളല്ല, സാധനം കൊണ്ടുപോകാനുള്ള ബാഗുകളല്ല, മറിച്ച് ഒരു ഫാഷൻ സിമ്പലാണ്, കാണാൻ ഒരു ഭംഗി കൂടിയാണ് എന്ന് സ്ത്രീകളെ മനസ്സിലാക്കി കൊടുക്കുന്നതായിരുന്നു ഈ ഒരു ഡിസൈൻ. വലിയ രീതിയിൽ അത് ഹിറ്റായി വലിയ ലാഭമാണ് കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തത്. പിന്നീടുള്ള കാലഘട്ടം ചുരുക്കി പറയുകയാണെങ്കിൽ മക്കളും മരുമക്കളും ഒക്കെയാണ് ഈ ബിസിനസ് നോക്കി നടത്തിയത്. പിൽക്കാലത്ത് ഇത് IPO എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ വരുന്ന മക്കളും മരുമക്കളും എല്ലാം വെറുതെ ഇരുന്ന് ലൂയി വിട്ടൺ വിറ്റ് ലാഭം ഉണ്ടാക്കുകയായിരുന്നില്ല ചെയ്തത്. അവരെല്ലാം വളരെയധികം കഷ്ടപ്പെട്ട് കമ്പനിയെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ കൗതുകമുണർത്തുന്ന ഒരു കാര്യം, ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വിട്ടൺ ഫാമിലിയുടെ കയ്യിലല്ല ലൂയി വിട്ടൺ ഉള്ളത്, ബെർണാഡ് അർണോൾഡ് എന്ന ബിസിനസ്സുകാരൻ്റെ കയ്യിലാണ്. എങ്ങനെയാണ് അത്തരത്തിൽ എത്തിയത് എന്നത് മറ്റൊരു കഥയാണ്. ഒരു പക്ഷേ ചതി എന്നെല്ലാം പറയുന്ന രീതിയിലുള്ള ഒരു കഥയാണ്. എന്താണെങ്കിലും ആ കഥ പിന്നീട് ഒരിക്കൽ പറയാമെന്നാണ് കരുതുന്നത്. ഇന്നെന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വാസ്തവത്തിൽ ഒരുപാട് പ്രതിസന്ധിയിൽ ഉഴലുന്ന ആളുകൾക്കും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുമെന്ന് തെളിയിച്ചു തന്ന ലൂയി വിട്ടൺ എന്ന പ്രഗത്ഭ ബിസിനസ്സുകാരൻ്റെ യഥാർത്ഥ കഥയാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മുന്നിൽ ധാരാളം അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മളും വിജയിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം. സമ്പന്നനായിട്ട് ജനിക്കാത്തത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. എന്നാൽ ഇത്രയും അവസരങ്ങളുള്ള ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് സമ്പന്നനായിട്ട് മരിക്കാൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും നമ്മുടെ കുറ്റം തന്നെയാണ്. നമ്മളെ ആരെങ്കിലും പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മളെ ആരെങ്കിലും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ കാത്തിക്കാൻ പാടില്ല. നമ്മൾ ജയിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. ഈ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്ന് എനിക്കറിയാം. കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ എഴുതണം. കാരണം കമൻറ്റ് വായിക്കുന്ന ഒരുപാട് പേരുണ്ട്, ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അവർക്കെല്ലാം അത് ഉപയോഗമായേക്കാം. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.